أرجو رضاك وهتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نذ العاصي صلاة الله معها تغيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما ഇന്ന് നമുക്ക് ഏറെ ആവശ്യമായ ചില ചിന്തകളിലേക്ക് ഞാൻ എൻ്റെ വിഷയത്തെ തിരിക്കുകയാണ്. നമ്മളെല്ലാവരും വല്ലാതെ പരാതി പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഈ ലോകം വല്ലാതെ മാറിപ്പോയി എന്ന്. പഴയ കാലത്തെ പോലെയല്ല ഈ കാലം എന്ന് എല്ലാവരും കാരണവന്മാര് മുഴുവനും പരിതപിക്കുന്നു. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് യുവാക്കൾ വല്ലാതെ ആശങ്കപ്പെടുന്നു. ഈ ഒരു അസുര കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തുക എന്ന് മാതാപിതാക്കളുടെ ആശങ്ക. നാട് മുഴുവനും പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അധപ്പതിച്ചു പോകുന്നു എന്ന വാർത്തകൾ, വൃത്താന്തങ്ങൾ രാപ്പകലുകളില്ലാതെ നാം നിശ്ചേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, എവിടെയാണ് ഒരു മാറ്റത്തിന്റെ തുടക്കമെന്നറിയാതെ, മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവനും മാറ്റം വേണ്ടേ എന്ന് ചോദിക്കുന്നതല്ലാതെ എവിടെയാണ് മാറ്റത്തിന്റെ തുടക്കമെന്ന കൂലങ്കശമായ ഒരു ചർച്ചയുടെ ബീജാഭാവം നടത്തുന്നതായി നാം ഒരിടത്തും കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെയാണ് ഇതിനൊരു മാറ്റമുണ്ടാവുക എന്ന ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് താനും. നാം ഒരിക്കലും കേൾക്കാത്ത രീതിയിൽ ഭൂമി അധപ്പതനത്തിന് അധമഭാവതലങ്ങളിലോട്ട് കടന്നു പോവുകയാണ്. മനുഷ്യൻ മുഴുവനും പിശാചുക്കളായി മാറുന്ന, അധർമ്മം മുഴുവനും കൊടികുത്തിമാടുന്ന ഒരു പുതിയ നവലോകധർമ്മം നമുക്ക് സമ്മാനിച്ച ഒരു ഉപോൽപ്പന്നം പോലെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വല്ലാതെ തുറച്ചു നോക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നാം കണ്ട കാഴ്ച, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന ലാത്തൂർ ഗ്രാമത്തിൽ മുമ്പെങ്ങാണ്ടോ വറ്റിപ്പോയ പുഴയുടെ ഭാഗത്ത് കുടിച്ചു നോക്കുന്ന ഒരു കർഷകന്റെ ചിത്രം ഈ അടുത്ത ഭാഗത്ത് ഇന്ത്യ ടുഡേയിൽ കാണാനിടയായി. ഒരു കാലത്ത് ഏറ്റവും സുലഭമായി കൊണ്ടിരിക്കുന്ന, ഇലമായി കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം പോലും കിട്ടാക്കനിയായി മാറുന്ന, പണ്ടങ്ങാണ്ടോ നടന്നുപോയ, പണ്ടങ്ങാണ്ടോ തടം തല്ലി ആത്തൊഴുകിപ്പോയ നദിയുടെ അവശേഷിച്ച പാണ്ടുകളിൽ ഒരൽപ്പം ജലത്തിന്റെ കനിവുകളുണ്ടോ എന്ന് മനുഷ്യനല്ലാതെ നോക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചം തന്നെ മാറിപ്പോവുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികൾ എന്ന് നീചമാകുന്നുവോ അന്ന് പ്രകൃതി പോലും മനുഷ്യന് എതിരാകുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ മനുഷ്യന് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു എന്ന് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്,
മനുഷ്യകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്ന ദുഷ്കർമ്മങ്ങൾ കാരണത്താൽ ഈ ഭൂമി മുഴുവന് കുഴപ്പങ്ങൾ വിതയ്ക്കാൻ പോകുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പോലും നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ പ്രഭാഷണങ്ങളിലും ഇന്ന് കേട്ടു നിൽക്കുന്നത് ഇതുതന്നെയാണ്. കേരളം ഇതേവരെ കാണാത്ത ചൂടുകളിലേക്ക് 2 ദിവസമായി കേരളം കടന്നു പോകുമെന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, എവിടെയാണ് ഇതിന്റെ മാറ്റത്തിന്റെ തുടക്കമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു വാക്കയും ഒരു വഴിയും പറയാനില്ല. എവിടെയാണ് ഇതിന്റെ ഒരു അവസാനം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ രാക്ഷസീയ ഭാവം ഉണ്ടു എന്ന് ചോദിച്ചാൽ ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, കുട്ടികൾക്ക് പ്രായബുദ്ധിയായാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല, അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുമായിരുന്നു. ഇന്ന് കാലത്തിന്റെ ഗതിവിഗതികൾ സംഭവിച്ചപ്പോൾ അത് മാറി. ഇന്ന് പ്രായം കുറഞ്ഞ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ പ്രായബുദ്ധിയായ മകൾക്ക് താൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കുച്ചിനാതെ കിടക്കാൻ പേടിയാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആ പൊന്നോമന മകൾക്ക് പേടി അടുത്തുള്ള കള്ള് കച്ചവടക്കാരുടെയല്ല, അവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനലെയല്ല, ആ നാട്ടിലെ ഏറ്റവും ഒരു സദാചാര വിരുദ്ധനെയല്ല, തന്റെ റൂമിനോട് ചേർന്ന് കിടക്കുന്ന ചുമരിന്റെ മറുഭാഗത്ത് കിടന്നുറങ്ങുന്ന അച്ഛനെ പേടിച്ചിട്ട് സ്വന്തം ബെഡ്റൂമിന്റെ കുറ്റിയിടാൻ കഴിയാതെ ഉറങ്ങാൻ പറ്റാത്ത മക്കളുടെ കാലമായി പിശാചുക്കൾ പറക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ട 548 പെൺകുട്ടികൾ കേരളത്തിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മോട് സൂചിപ്പിക്കുമ്പോ, കേരളത്തിന്റെ ഒരു പുതിയ കവി സത്താർ ആദൂരിന്റെ ഒരു 2 വരി കവിതയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇരുട്ടിന്റെ മറവിൽ തന്റെ മാറിന് നേരെ മാനഭംഗം ചെയ്യാൻ വരുന്നവരിൽ നിന്ന് രക്ഷ നേടാൻ പൊന്നുമോൾ ഉറക്ക വിളിച്ചു അച്ഛാ എന്ന് വിളിക്കാൻ അവൾ വാതുറന്നപ്പോഴാണ് തന്നെ മാനഭംഗപ്പെടുത്താൻ വരുന്നത് തന്റെ അച്ഛനാണ് എന്ന് അവൾക്ക് മനസ്സിലായത്. ഇനി അവൾ ആരെ വിളിച്ചിട്ടാണ് ഒരു സംരക്ഷണത്തിന് കേടുക എന്ന് മലയാളത്തിന് ആധുനിക കവി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യനെത്തി നിൽക്കുന്ന എല്ലാം ലൈംഗികതയാണ് എന്ന് കരുതുന്ന, എല്ലാം കാമത്തിന്റെ പേക്കൂത്താണ്, ജീവിതത്തിന്റെ അവസാനത്തെ രസമെന്ന് കരുതുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ ദുഷ്കൃതികളിൽ പെട്ടുപോയവരും പെടാത്തവരും എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുണ്ട്, ഒരു മാറ്റം എല്ലാവരും കൊതിക്കുന്നുണ്ട്. പക്ഷെ മാറ്റം എവിടെയാണ് മാറ്റമുണ്ടാവുക? എങ്ങനെയാണ് ഈ മനുഷ്യരുടെ മാറ്റമുണ്ടാവുക? സ്വയം ഒരു പരിവർത്തനത്തിന് സാധ്യമല്ലല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ എല്ലാ കവാടങ്ങളിലും ഓരോ മതപ്രമാണങ്ങളുടെ ഓരോ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് 6ാം കവാടത്തിൽ അയം നിജപരോ വേദിഗണനാലകുചേതസ ഉദാര ചരിതാനാം തുവസുദൈവ കുടുംബകം എന്ന ഗീതയുടെ വാക്കുകൾ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ 7ാമത്തെ കവാടത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പാർലമെന്റ് മന്ദിരത്തിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം നന്നാവാൻ ഒരു ജനത തീരുമാനിക്കുന്നത് വരെ അല്ലാഹു അവരെ മാറ്റുകയേയില്ല. ഒരു നാടിനെ ഒന്നായി ജിബി അലൈഹിസ്സലാത്തു വസ്സലാം മാന്ത്രിക ദണ്ഡുമായി വന്ന് ആളുകളെ തലയിൽ തലോടി ആ നാടിനെ മുഴുവൻ സ്വർഗമാക്കുക എന്ന ഒരു പതിവ് ഇസ്ലാമിനത് അന്യമാണ്. അല്ലാഹു പറയുന്നു, ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറണം. എനിക്ക് ഈ ജീവിതത്തിന്റെ അഴുക്കുചാലുകളിൽ നിന്ന് മാറി നടക്കണം. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം. ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല എന്ന ഒരു ബോധം ഹൃദയത്തിലുണ്ടാവുകയും സ്വയം മാറണമെന്ന് സ്വയം ആത്മാവനോട് മന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് അവന് മാറ്റമുണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പക്ഷേ സ്വയം ആത്മാവ് മന്ത്രിച്ചാലും എങ്ങനെ മാറ്റത്തിന് തുടക്കം കുറിക്കണമെന്നറിയാതെ ജനത നെട്ടോട്ടം ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയമാണ് നന്നാവേണ്ടത്. യഥാർത്ഥത്തിൽ നന്നാവേണ്ടത് ഹൃദയമാണ്. നമ്മുടെ എല്ലായിടത്തും നമ്മളിപ്പോ നമ്മുടെ അടുക്കലൊക്കെ നോക്കിയാൽ നാഷണൽ ഹൈവേയിലൊക്കെ ധാരാളം കണ്ണിന് വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റലുകൾ ഇപ്പോൾ കേരളത്തിൽ വളരെ സ്വാഭാവികമാണ്. കണ്ണിന് വേണ്ടി, കാരണം മനുഷ്യന്റെ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൂടാ. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, കണ്ണിനല്ല കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കേണ്ടത്, ഹൃദയത്തിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെടാതിരിക്കേണ്ടത്. ഇത് ഖുർആനിലെ വളരെ ആശയവിനിമയമുള്ള അർത്ഥവൈപുല്യമുള്ള ഒരു ആയത്താണിത്.